What are the applications This of call is now being recorded. nanomaterials? What are the applications of nanomaterials? നമുക്ക് 3 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം നാനോ മെറ്റീരിയൽസ് അതിൻ്റെ സൈസും സ്ട്രക്ചറും ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് വിൽ ഹാവ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഡ്യൂ ടു the structure or size. Nanomaterials can have various applications in the field of electronics, biomaterials, high energy density batteries. അങ്ങനെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് നാനോമെറ്റീരിയൽസിനുണ്ട്. ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി ഓഫ് ലൈറ്റ് കൺവേർഷൻ. ഇലക്ട്രോണിക്സിലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് അങ്ങനെ പറയാം. Then use of batteries with high energy content. If you are using nanomaterials in the field of electronics, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് നാനോമെറ്റീരിയൽസിൻ്റെ യൂസ് പറയാം. ഒരു മിനിറ്റ്. Then high sensitivity sensors, automobiles, medicine, ആ ഫീൽഡിലൊക്കെ നാനോ മെറ്റീരിയൽസിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഇങ്ങനെ പെർമിഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കാൻ പറയണേ. സ്ക്രീൻ ഷെയറിംഗ് ആയതുകൊണ്ട് കാണില്ല. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ഇലക്ട്രോണിക്സിൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ബയോമെറ്റീരിയൽസ്, ഹൈ എനർജി ഡെൻസിറ്റി ബാറ്ററീസ്, high sensitivity sensors, nanoparticles are extremely sensitive to changes in the environment. Nanomaterials can detect changes in the environment. They are extremely sensitive to changes in the environment. Then smoke detectors, ice detectors on aircraft wings. If you are using nanomaterials in automobiles, it will increase the efficiency of fuel. If you are using nanomaterials in automobiles, it will increase the fuel efficiency. Automobiles with greater fuel efficiency. Then in the field of medicine, nanomaterials are used in the molecular level surgery, repairing of DNA. Using nanomaterials, we can destruct cancerous cells, toxic chemicals, and viruses. അതിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കി വെക്കുക കേട്ടോ.
ഓക്കെ, നോട്ട് ചെയ്തിട്ടുണ്ടാവല്ലോ അല്ലേ? ഒരു 3 മാർക്കിനൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാവുന്ന പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ടാവല്ലോ. ഓക്കെ. പിന്നെ എന്താണ് ഈ സർഫസ് ക്യാരക്ടറൈസേഷൻ? ഓക്കെ, എന്താണ് സർഫസ് ക്യാരക്ടറൈസേഷൻ? നമ്മൾ എന്താ പറയുക, സർഫസിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നു അല്ലേ? നാനോ മെറ്റീരിയൽസിന്റെ ഏത് പ്രോപ്പർട്ടിയും അതിന്റെ സൈസിനെയും സ്ട്രക്ചറിനെയും ഡിപ്പെൻഡൻ്റ് ആണ്. നാനോ മെറ്റീരിയൽസിന്റെ ഏത് പ്രോപ്പർട്ടീസും അതിന്റെ സൈസിനെയും സ്ട്രക്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ ഈ സ്ട്രക്ചറിനെയും സൈസിനെയും അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആ നാനോ മെറ്റീരിയൽസിന് ഏത് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളതെന്ന് പറയാൻ കഴിയും. Properties of nanomaterials are dependent on its size and structure. Properties of nanomaterials are dependent on its size and structure. So we need to understand structure of nanoparticles. In order to determine the properties of nanomaterials, we need to understand structure of nanoparticles. ഒരു നാനോ പാർട്ടിക്കിളിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്താൽ, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് ഡിറ്റർമിൻ ചെയ്താൽ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇനി പ്രോപ്പർട്ടീസിൽ എന്തെങ്കിലും ചേഞ്ചസ്, ആൾട്ടറേഷൻസ് വരുത്തണമെങ്കിൽ അതിനും ഈ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ഓൾറെഡി നാനോ മെറ്റീരിയലിൽ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടീസിൽ എന്തെങ്കിലും ആൾട്ടറേഷൻസ് വരുത്തണമെങ്കിൽ അതിനും നമുക്ക് നാനോ മെറ്റീരിയൽസിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. And the size. There is a correlation of physico-chemical properties of nanomaterials with their chemical, ecological or biological response. There exists a correlation between physico-chemical properties of nanomaterials with the chemical, ecological or biological response. There is a correlation between the physico-chemical properties of nanomaterials. Physical and chemical properties. Physical and chemical properties of nanomaterials with the chemical, ecological or biological response. ഈ നാനോ മെറ്റീരിയൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും, ആ രണ്ട് പ്രോപ്പർട്ടീസും അവരുടെ കെമിക്കൽ, എക്കോളജിക്കൽ, ബയോളജിക്കൽ റെസ്പോൺസസുമായിട്ട് റിലേറ്റഡ് ആണ്. ദർ എക്സിസ്റ്റ് എ കോറിലേഷൻ. ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാനോ പാർട്ടിക്കിൾസിൻ്റെ സ്ട്രക്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്? In order to explain the significance of surface characterization, we are discussing this. And the characterization helps to understand physical and chemical properties of nanoparticles. Surface characterization helps to understand physical and chemical properties of nanoparticles. And it is able to determine bulk properties and surface properties. Size ഏത് ഫേസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതുപോലെയുള്ള ബൾക്ക് പ്രോപ്പർട്ടീസ്, നാനോ പാർട്ടിക്കിൾസിനെ ആസ് എ ഹോൾ എടുക്കുമ്പോഴുള്ള പ്രോപ്പർട്ടീസ്, അതാണ് ഈ ബൾക്ക് പ്രോപ്പർട്ടീസ്. പിന്നെ അതിൻ്റെ സർഫസ് പ്രോപ്പർട്ടീസ് ലൈക്ക് സർഫസ് ഏരിയ, കോമ്പോസിഷൻ ഓഫ് ദി സർഫസ്, അതൊക്കെ നമുക്ക് ഈ സർഫസ് ക്യാരക്ടറൈസേഷൻ യൂസ് ചെയ്ത് ഡിറ്റർമിൻ ചെയ്യാം.
ഇതൊരു നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസും സ്ട്രക്ചറും അത് അതിൻ്റെ പ്രോപ്പർട്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് നാനോ പാർട്ടിക്കിൾസ്. ആ സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ ചെയ്യുന്നത് സർഫസ് ക്യാരക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ടാണ്. Therefore, surface characterization helps to understand physical properties, chemical properties, bulk properties, and surface properties of nanoparticles. Clear ആണോ? പോയിന്റ്സ് നോട്ട് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ. സോ ഈ സർഫസ് ക്യാരക്ടറൈസേഷൻ നാനോ പാർട്ടിക്കിൾസിന് നമ്മൾ ചെയ്യുന്നത് സെം യൂസ് ചെയ്തിട്ടാണ്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. സെം നാനോ പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറൈസേഷൻ done by using SEM, scanning electron microscope. SEM, scanning electron microscope. എന്തിനു വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? What is the use of a microscope? Usually we are using a microscope to view an object in the enlarged view. If we need to view any feature of an object in an enlarged way, we are using microscope. Here also scanning electron microscope. It is used to view the surface of nanoparticles in an enlarged way. If we need to enlarge the surface of nanoparticles, we are using SEM, scanning electron microscope. If we need to view the surface of nanoparticles in an enlarged way, if we need to enlarge the surface of nanoparticles, we are using SEM, scanning electron microscope. നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് ബയോളജി ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അത് വിസിബിൾ ലൈറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. സൺലൈറ്റ് ഉള്ള ദിവസമാണ് യൂഷ്വലി മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് വ്യൂ ചെയ്യുന്നത്. മീൻസ് അവിടെ യൂസ് ചെയ്യുന്നത് വിസിബിൾ ലൈറ്റാണ്. ഇവിടെ സെമ്മിൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ബീമാണ്. We are using electron beam to scan the sample surface. We are using electron beam to scan sample surface in SEM. അതുകൊണ്ടാണ് ആ മൈക്രോസ്കോപ്പിന് അങ്ങനെ ഒരു പേര് വന്നത്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. We are scanning the surface of a nanoparticles using electron beam. We are scanning the surface of a nanoparticle using electron beam. Therefore, the name scanning electron microscope. Then, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യുന്നത്? Why do we use electron beam? നമുക്കറിയാം നാനോ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ അത്രയും സൈസ് കുറഞ്ഞ മോളിക്യൂൾസ് ആയിരിക്കും.
അത്രയും സൈസ് കുറഞ്ഞിരിക്കുന്ന എന്താണ് സഫ്ലീൻ? സിനാനിന് കയറാൻ പറ്റുന്നില്ല. ഓക്കെ, ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പറയട്ടോ. അത്രയും സൈസ് കുറഞ്ഞിരിക്കുന്ന പാർട്ടിക്കിൾസിന് ഹൈ റെസൊല്യൂഷനിലുള്ള ഒരു ഇമേജ് കിട്ടണമെങ്കിൽ, ഇത്രയും സ്മോൾ സൈസിലുള്ള പാർട്ടിക്കിൾസിന് ഹൈ റെസൊല്യൂഷനുള്ള ഒരു ഇമേജ് കിട്ടണമെങ്കിൽ, ഇമേജ് എന്ന് പറയുന്നത് അതിൻ്റെ സർഫസിൻ്റെ ഇമേജാണ്. അതിൻ്റെ സർഫസിൻ്റെ ഇമേജാണ് ഞാൻ ഈ പറയുന്ന ഇമേജ്. ആ സർഫസിൻ്റെ ഇമേജ് ഇത്രയും ചെറിയൊരു നാനോ പാർട്ടിക്കിളിന് കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് വേണം? സ്മോളർ വേവ് ലെങ്ത് ഉള്ള ബീം വേണം യൂസ് ചെയ്യാൻ. ഇത്രയും ചെറിയ നാനോ പാർട്ടിക്കിൾസിൻ്റെ സർഫസ്, അതിൻ്റെ ഹൈ റെസൊല്യൂഷനുള്ള ഒരു ഇമേജ്, ക്ലിയർ ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടണമെങ്കിൽ വി നീഡ് ടു യൂസ് വേവ് ലെങ്ത് ഓഫ് സ്മോളർ മാഗ്നിറ്റ്യൂഡ്. ചെറിയ വേവ് ലെങ്ത് വരുന്ന ബീം വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യുന്നത്. Smaller wavelength of electron compared to optical light. Compared to, നിങ്ങൾ അറ്റൻഡൻസ് ഒന്ന് അവിടെ ഇട്ടേ. Compared to visible light, electron beam will have smaller wavelength. Therefore, it is able to resolve finer features of a material. (1 to 100 nanometer size ആണ് നാനോ പാർട്ടിക്കിൾസിന് വരുന്നത്. 1 to 100 നാനോമീറ്റർ ആണ് നാനോ പാർട്ടിക്കിൾസിന് വരുന്നത്. ആ സൈസുള്ള സ്ട്രക്ചറിനെ സർഫസ് ക്യാരക്ടറൈസ് ചെയ്യാൻ അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചെറിയ വേവ് ലെങ്ത് ഉള്ള ബീമാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യുന്നത്. And SEM is a tool used for material characterization that provide information about the surface or near surface composition and defects in bulk materials. SEM is used for surface characterization. അത് നമുക്കറിയാം. SEM എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സർഫസ് ക്യാരക്ടറൈസേഷന് വേണ്ടിയിട്ടാണ് SEM യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് സർഫസ് ഓർ നിയർ സർഫസ് കോമ്പോസിഷൻ. നമ്മൾ ഈ പറയുന്ന നാനോ പാർട്ടിക്കിൾസിൻ്റെ സർഫസിലെ കോമ്പോസിഷൻ, അത് ഏതൊക്കെ അറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ആ ഒരു കോമ്പോസിഷൻ വരുന്നത്. സർഫസിൻ്റെ കോമ്പോസിഷൻ ആൻഡ് ഡിഫെക്ട്സ് ഇൻ ബൾക്ക് മെറ്റീരിയൽസ്. എൻ്റയർ നാനോ പാർട്ടിക്കിൾസ് എടുത്താൽ അതാണ് ഈ ബൾക്ക് എന്ന് പറയുന്നത്. സർഫസ് അല്ല, എൻ്റയർ നാനോ മെറ്റീരിയൽ, അതാണ് ബൾക്ക്. ഈ നാനോ മെറ്റീരിയൽസ് ഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടായിട്ടുണ്ടോ? ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫെക്ട്സിനെയൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഫ്രണ്ടൽ ഡിഫെക്റ്റ്, ഷോർട്ട് കീ ഡിഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഈ നാനോ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടായിട്ടുണ്ടോ, ഫോർമേഷൻ്റെ സമയത്ത് എന്തെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും SEM യൂസ് ചെയ്യും. അല്ലെങ്കിൽ SEM യൂസ് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. And it allows observe surfaces at sub-micron and nano level to elaborate material properties. നാനോ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. അതുകൊണ്ട് സബ് മൈക്രോൺ ടു നാനോ ലെവൽ വരെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരും.
ആ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഓക്കെയാണോ? നാനോ മെറ്റീരിയൽസിൻ്റെ സർഫസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെമി യൂസ് ചെയ്യുന്നത്. ആൻഡ് വി ആർ യൂസിങ് ഇലക്ട്രോൺ ബീംസ്. ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യാനുള്ള റീസൺ ആണ് പറഞ്ഞത്. ഒപ്റ്റിക്കൽ ലൈറ്റ്, വിസിബിൾ ലൈറ്റിനേക്കാളും വേവ് ലെങ്ത് കുറവാണ് ഇലക്ട്രോൺ ബീമിന്. അതുകൊണ്ട് തന്നെ ഈ നാനോ പാർട്ടിക്കിൾസിൻ്റെ ഹൈ റെസൊല്യൂഷനുള്ള ഇമേജസ് ആയിരിക്കും സെമി യൂസ് ചെയ്താൽ കിട്ടുന്നത്. സർഫസ് കോമ്പോസിഷൻ, നിയർ സർഫസ് കോമ്പോസിഷൻ, ഡിഫക്ട്സ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻസ് സെം തരും. ഓക്കെ, സെം എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി എന്താ ഇൻസ്ട്രുമെന്റേഷൻ. സെമ്മിലെ ഓരോ കോമ്പോണൻസും എങ്ങനെയാണ് ഇൻസ്ട്രുമെന്റേഷൻ. നമ്മൾ പറയുന്ന ഇൻസ്ട്രുമെന്റേഷൻ ഫിഗർ വരച്ചാൽ അതിലുള്ള ഓരോ കോമ്പോണൻസും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ കോമ്പോണൻസിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന മെത്തേഡ്. കോമ്പോണൻസ് ഏതാണെന്ന് പറയാം, അതിൻ്റെ ഓരോ ഫങ്ഷൻസ് പറയുക, ഇൻസ്ട്രുമെന്റേഷന്റെ ഫിഗർ വരക്കുക. ഇവിടെ നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ കാണാം, ഇലക്ട്രോൺ ഗൺ. These are electrons. There is a condenser lens, aperture, objective lens, sample and sample chamber, detector, finally recorder. Electron gun, electrons, condenser lens, aperture, objective lens, താഴെ കൊടുത്തിരിക്കുന്ന ആ സ്ക്വയർ, that is sample chamber. Sample chamber, this is sample. Sample chamber and sample. Then detector, recorder. നമുക്ക് ഓരോ കോമ്പണന്റും എന്താണെന്ന് പറയാം, അതിൻ്റെ കൂടെ നിങ്ങൾ വരച്ചോ. ഇലക്ട്രോൺ ഗണ്ണ് പറഞ്ഞിട്ട് അതിൻ്റെ ഫങ്ഷൻസ് ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് നിങ്ങൾ ഇലക്ട്രോൺ ഗണ്ണ് വരച്ചോ. ഓക്കെ, എന്താണ് ഇലക്ട്രോൺ ഗൺ? നോക്കിയാൽ കാണാം, സെമ്മിന്റെ ഏറ്റവും ടോപ്പിലാണ് ഈ ഇലക്ട്രോൺ ഗണ്ണുള്ളത്. സെമ്മിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇലക്ട്രോൺ ഗണ്ണുള്ളത്. It is located at the top of the column. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇലക്ട്രോൺ ഗൺ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രോൺ ബീം. ഇലക്ട്രോൺ ഗണ്ണാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രോൺ ബീം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഫ്രീ ഇലക്ട്രോൺസ് ബൈ തെർമിയോണിക് എമിഷൻ ഫ്രം എ ടങ്സ്റ്റൺ ഫിലമെന്റ് അറ്റ് 2700 Kelvin. Electron gun is located at the top of the column and it is used to generate free electrons by the thermionic emission from a tungsten filament at 2700 Kelvin. ഒരു ടങ്സ്റ്റൺ ഫിലമെന്റിനെ 2700 കെൽവിനിലേക്ക് ഹീറ്റ് ചെയ്യുന്നു. ആ ഹീറ്റിങ്ങിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് തെർമിയോണിക് എമിഷൻ. ടങ്സ്റ്റൺ ഫിലമെന്റിനെ 2700 കെൽവിനിലേക്ക് ഹീറ്റ് ചെയ്യുന്നു. ആ ഹീറ്റിങ്ങിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇലക്ട്രോൺ ബീം, ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നത്. ആ ഇലക്ട്രോൺ ഗണ്ണിൽ ഒരു ടങ്സ്റ്റൺ ഫിലമെന്റ് ഉണ്ടായിരിക്കും. ഇതാണ് ഈ കൊടുത്തിരിക്കുന്ന ഇലക്ട്രോൺ ബീം ആൻഡ് ഇറ്റ് ജനറേറ്റ്സ് ഇലക്ട്രോൺസ്.
ഇലക്ട്രോൺ ഗൺ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ദറ്റ് പാസസ് ത്രൂ എ കണ്ടൻസർ ലെൻസ്. ഒരു കണ്ടൻസർ ലെൻസിലൂടെയാണ് ആ തെർമിയോണിക് എമിഷന്റെ റിസൾട്ടായിട്ട് വരുന്ന ഇലക്ട്രോൺ ബീം ഇനി പാസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കണ്ടൻസർ ലെൻസ് യൂസ് ചെയ്യുന്നത്? കണ്ടൻസർ ലെൻസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോയിൽസ് ഓഫ് വയർ. നമ്മൾ യൂഷ്വലി പറയുന്ന ലെൻസ് അല്ല, ഗ്ലാസ് കൊണ്ടുള്ള ലെൻസ് അല്ല. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോയിൽസ് ഓഫ് വയർ. വയർ കോയിൽ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ലെൻസാണ് ഈ കണ്ടൻസർ ലെൻസ്. അല്ലാതെ ലെൻസ് എന്ന് പറയുമ്പോഴുള്ള ആ ഗ്ലാസിന്റെ ലെൻസ് അല്ല. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് കാണാം, കണ്ടൻസർ ലെൻസിലേക്ക് എൻട്രി ചെയ്യുമ്പോഴുള്ള ഇലക്ട്രോൺ ബീമിന്റെ വിഡ്ത്ത്. കണ്ടൻസർ ലെൻസിലേക്ക് എൻട്രി ചെയ്യുമ്പോഴുള്ള ഇലക്ട്രോൺ ബീമിന്റെ വിഡ്ത്തും കണ്ടൻസർ ലെൻസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴുള്ള ഇലക്ട്രോൺ ബീമിന്റെ വിഡ്ത്തും കമ്പയർ ചെയ്താൽ തന്നെ മനസ്സിലാവും എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടൻസർ ലെൻസ് യൂസ് ചെയ്യുന്നത്. It is used to narrow electron beam given off by electron gun. Electron gun ആണ്. To narrow electron beam to given off by electron. To given off by electron gun. Condenser lens is used to narrow electron beam given off by electron gun. കണ്ടൻസർ ലെൻസിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പുള്ള ഇലക്ട്രോൺ ബീമിന്റെ വിഡ്ത്തും കണ്ടൻസർ ലെൻസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബീമിന്റെ വിഡ്ത്തും കമ്പയർ ചെയ്താൽ കണ്ടൻസർ ലെൻസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബീമിന്റെ വിഡ്ത്ത് കുറഞ്ഞു വരുന്നു. It is used to narrow electron beam given off by electron gun. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രോണിന്റെ ബീമിന്റെ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ഇലക്ട്രോൺ ബീമിന്റെ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീമിനെ നേരോ ആക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? We know electrons are negatively charged and there will be repulsion between like charges. Electrons നമുക്കറിയാം നെഗറ്റീവ് ചാർജ് ആണ്. സിമിലർ ചാർജസ് തമ്മിൽ റിപ്പൾഷൻ ആയിരിക്കും. ഈ റിപ്പൾഷൻ കൊണ്ട് ബീമിന്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യാം. നെഗറ്റീവ് ചാർജ് ഓഫ് ഇലക്ട്രോൺസ് causes repulsion and this will result in increase in beam diameter. നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ബീമിന്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ സർഫസിന്റെ റെസൊല്യൂഷൻ ഉള്ള ഒരു ഇമേജ് കിട്ടില്ല. യൂസ് ചെയ്ത ഇലക്ട്രോൺ ബീമിന്റെ ഡയമീറ്റർ കൂടിയാൽ റെസൊല്യൂഷൻ ഉള്ള ഒരു ഇമേജ് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇലക്ട്രോൺ ബീമിന്റെ ഡയമീറ്റർ കുറയ്ക്കണം. അതിനു വേണ്ടിയിട്ടാണ് കണ്ടൻസർ ലെൻസ് യൂസ് ചെയ്യുന്നത്. So condenser lens create electromagnetic field. Condenser lens create electromagnetic field which compress the electron beam. Condenser lens is used to create electromagnetic field which compress the electron beam. എങ്ങനെയാണ് ഇലക്ട്രോൺ ബീമിനെ നാരോ ചെയ്യുന്നത്? ഇലക്ട്രോൺ ബീമിന്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്താൽ നമുക്ക് ഹയർ റെസൊല്യൂഷൻ ഉള്ള ഇമേജ് കിട്ടില്ല. നാരോ ബീം കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസർ ലെൻസ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ഇലക്ട്രോൺ ബീമിന്റെ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യുന്നത്?
Then there is aperture. മൂന്നാമത്തെ കോമ്പണന്റ് ആണ് aperture. It is used to control diameter of electron beam. സെയിം ഫംഗ്ഷൻ ആണ്. അപ്പർച്ചറിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പുള്ള ഇലക്ട്രോൺ ബീമിന്റെ ഡയമീറ്റർ, അപ്പർച്ചറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺ ബീമിന്റെ ഡയമീറ്റർ. ഇതൊക്കെ നോക്കിയിട്ട് വേണേ ഫിഗർ വരക്കാൻ. അപ്പർച്ചറിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പുള്ള ഇലക്ട്രോൺ ബീമിന്റെ ഡയമീറ്റർ അപ്പർച്ചറിൽ നിന്ന് എൻട്രി ചെയ്യുന്ന ഇലക്ട്രോൺ ബീമിന്റെ ഡയമീറ്ററിനേക്കാളും ഹയർ ആണ്. So aperture is used to control diameter of electron beam, and it consists of a metal rod with different size holes. ആ ഹോൾസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ആ ഡയമീറ്ററിലുള്ള ഇലക്ട്രോൺ ബീമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പർച്ചറിൽ മെറ്റൽ റോഡ് ഉണ്ടാവും. ആ മെറ്റൽ റോഡിന് ഡിഫറെൻറ്റ് സൈസുള്ള ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസിലൂടെ ഇലക്ട്രോൺ ബീമിനെ പാസ് ചെയ്താൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഡയമീറ്ററിലുള്ള ബീമാണ് കിട്ടുന്നത്. It consists of metal rod with different size holes. മൂന്ന് കമ്പോണൻസ് എഴുതിയോ? ഇലക്ട്രോൺ ഗൺ, കണ്ടൻസർ ലെൻസ്, അപ്പർച്ചർ. ഓക്കെ, ഇനി നാലാമത്തേത് എന്താ? നാലാമത്തെ കോമ്പണന്റ് അപ്പർച്ചർ കഴിഞ്ഞിട്ട് യെസ്, ഒബ്ജക്റ്റീവ് ലെൻസ്. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒബ്ജക്റ്റീവ് ലെൻസ് എന്താ തോന്നുന്നേ? ഒബ്ജക്റ്റീവ് ലെൻസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒബ്ജക്റ്റീവ് ലെൻസ് യൂസ് ചെയ്യുന്നത് to focus electron beam onto the sample. Objective lens, it is used to focus electron beam onto the sample. നമ്മൾ ഈ പാസ് ചെയ്യുന്ന ഇലക്ട്രോൺ ബീമിന്റെ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അത് കറക്റ്റായിട്ട് നമ്മുടെ സാമ്പിളിലേക്ക് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റീവ് ലെൻസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഓൾസോ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ലെൻസും ഗ്ലാസിനെ കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതല്ല, അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസാണ്. Objective lens, it is an electromagnetic lens and used to focus electron beam onto the sample. Then sample chamber. ഇലക്ട്രോൺ ബീം എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു? ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്ന് ഇലക്ട്രോൺ ബീം സാമ്പിൾ ചേംബറിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞു ഈ സ്ക്വയർ ആണ് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോൺ ബീം, സോറി സാമ്പിൾ ചേംബർ. അവിടെ അതൊന്ന് നോട്ട് ചെയ്യണേ. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ സ്ക്വയർഡ് ആയിട്ടുള്ള ചേംബർ, അതാണ് സാമ്പിൾ ചേംബർ. ഇറ്റ് ഹോൾഡ്സ് സാമ്പിൾ അണ്ടർ എ വാക്വം to eliminate interference of unwanted particles. What is the function of a sample chamber? It holds sample under vacuum to eliminate interference of unwanted particles. നമ്മൾ എടുത്തിരിക്കുന്ന നാനോ പാർട്ടിക്കിൾസ് നമുക്കറിയാം അത്രയും ഫൈൻ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതിൽ എന്തെങ്കിലും ഫർദർ റിയാക്ഷൻസ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ റിയാക്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാക്വം യൂസ് ചെയ്യുന്നത്. ഹോൾഡ്സ് ദ സാമ്പിൾ അണ്ടർ എ വാക്വം ടു എലിമിനേറ്റ് ഇൻ്റർഫിയറൻസ് ഓഫ് അൺവാണ്ടഡ് പാർട്ടിക്കിൾസ്. ദർ ഈസ് പോസിബിലിറ്റീസ് ഫോർ ഇൻ്റർഫിയറൻസ് ഫ്രം അൺവാണ്ടഡ് പാർട്ടിക്കിൾസ്. ആ പാർട്ടിക്കിൾസുമായിട്ടുള്ള റിയാക്ഷൻസിനുള്ള ചാൻസസ് ഉണ്ട്. അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു വാക്വം കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു മാർക്കിംഗ് കൊടുക്കണം അവിടെ. ഇതാണ് സാമ്പിൾ ചേംബർ ആൻഡ് ദിസ് ഇസ് സാമ്പിൾ. ദിസ് ഇസ് ദ സാമ്പിൾ. ആ സാമ്പിളിലേക്കാണ് ഇലക്ട്രോൺ ബീം വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത്.
Finally, there is a detector to detect the signals, and recorder is used to record the signals. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ റേസ് സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഈ നാനോ മെറ്റീരിയലിന്റെ മുകളിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ബീം ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് ഡിഫ്രാക്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ സ്കാറ്റർ ചെയ്ത് പോകുന്ന റേസിനെ ഡിറ്റക്ടർ യൂസ് ചെയ്ത് ഡിറ്റക്ട് ചെയ്യുന്നു, റെക്കോർഡർ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നു. The detector is used to detect signals given off by sample when it is struck by electrons from scanning over it. And we will get magnified images of the surface of nanoparticle. We can collect the data and those signals are recorded using a recorder. ഇത്രയാണ് സെമ്മിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് സെം യൂസ് ചെയ്യുന്നത്? സർഫസ് ക്യാരക്ടറൈസേഷന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കോമ്പണൻസ് ഏതൊക്കെയാണ്? ഇലക്ട്രോൺ ഗൺ, കണ്ടൻസർ ലെൻസ്, അപ്പർച്ചർ, ഒബ്ജക്റ്റീവ് ലെൻസ്, സാമ്പിൾ ചേംബർ, ഡിറ്റക്ടർ ആൻഡ് റെക്കോർഡർ. അതിൽ ഓരോ കോമ്പണൻറ്റിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇലക്ട്രോൺ ഗൺ യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രോൺസ് ബൈ ദ തെർമിയോണിക് emission from a tungsten filament. Condenser lens is used to narrow the electron beam. Aperture, same function ആണ്, narrow the diameter of electron beam. Objective lens used to focus electron beam onto the sample. Sample chamber holds sample and provide a vacuum condition. Then detector is used to detect the signals. Recorder to record the signals. Clear ആണോ? സെമ്മിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ. എക്സാമിന് സെം എന്ന് ചോദിച്ചു കണ്ടാൽ എന്താണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, SEM. ക്ലിയർ ആണോ? ഇത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.